നമസ്കാരം. 24 ബിഗ് ബ്രേക്ക്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പുതിയ നേതൃത്വം വരണമെന്ന് CPIM-ൽ ആവശ്യമുയരുന്നുണ്ട്. മുതിർന്ന നേതാക്കളാണ് രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിൽ മാറ്റം ആവശ്യപ്പെടുന്നത്. അസാധാരണ സാഹചര്യം നേരിടാൻ അസാധാരണ നടപടി തന്നെ വേണമെന്നും തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ മാറണമെന്നുമാണ് പരോക്ഷമായി പറയുന്നത്. തോൽവി വിലയിരുത്താൻ CPI നേതൃയോഗങ്ങൾ നാളെ തുടങ്ങും. ശ്രീത്ത് ചേരുന്നു. ശ്രീത്ത്, ഇതിൽ ഒറ്റ വിജയം, തൃക്കരിപ്പൂരെ വിജയം മാത്രം നോക്കൂ. അവിടെ VP മുസ്തഫ നാട്ടുകാരനാണ്. എനിക്ക് തോന്നുന്നു പയ്യന്നൂരൊക്കെ പിന്നെയും ഇളകിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ ചരിത്രത്തിൽ ഒരിക്കലും നമ്മുടെ നാടാണ്, മണ്ഡലമാണ് അല്ലേ? അല്ല, ചരിത്രത്തിൽ എപ്പോഴും ഇളകിയിട്ടുണ്ട്? 60 വർഷത്തിന് ശേഷമാണ് ഇളകിയിട്ടില്ല. അങ്ങനെ ഇളകാൻ നിൽക്കുന്നൊരു മണ്ഡലം. നോക്കൂ, സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി അധിക നാളായിട്ടില്ല. കോൺഗ്രസിൽ കൊടുക്കാൻ കൊള്ളാവുന്നൊരു സീറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി വിട്ടതാണ്. അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി വിട്ട് അവിടെ പോയി കുറഞ്ഞ നാളുകൾ കൊണ്ട് പോരാടി ആ സീറ്റ് പിടിച്ചെങ്കിൽ എത്രത്തോളം ആഴത്തിലുള്ള എന്തോ വികാരം, അത് ഭരണവിരുദ്ധ വികാരമാണോ, പിണറായി വിരുദ്ധ വികാരമാണോ, പാർട്ടിക്കകത്തെ പാർട്ടി വിരുദ്ധ വികാരമാണോ, ഇതൊക്കെ അഡ്രസ് ചെയ്യാൻ CPM നിർബന്ധിതമാകും. ശ്രീജിത്ത്, ഹാഷ്മി, ആദ്യം തന്നെ ഈ പയ്യന്നൂരിനെയും തൃക്കരിപ്പൂരിനെയും കാര്യത്തിലേക്ക് വന്നാൽ പയ്യന്നൂരും തൃക്കരിപ്പൂരും ഒന്നും മണ്ഡല രൂപീകരണത്തിന് ശേഷം അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളല്ലാതെ ആരും ജയിച്ചിട്ടില്ല. പയ്യന്നൂരൊക്കെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിലൊന്നായി CPIM കരുതുന്ന മണ്ഡലമാണ്. 96-ൽ പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് വീണ്ടും വന്നപ്പോൾ അന്ന് അവിടെ അദ്ദേഹത്തിന്റെ മണ്ഡലം പയ്യന്നൂരായിരുന്നു. തൃക്കരിപ്പൂരാകട്ടെ കയ്യൂരിന്റെയും കരുവള്ളൂരിന്റെയും ഒക്കെ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന മണ്ഡലമാണ്. അമ്പലപ്പുഴ പോലെ തന്നെ വിപ്ലവ പാരമ്പര്യമുള്ള ആ മണ്ണിലാണ് സന്ദീപ് വാര്യർ ജയിച്ചു കയറിയത്. എന്നാൽ തൃക്കരിപ്പൂരുകാർക്ക് ചിഹ്നം മാറി വോട്ട് ചെയ്ത പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്യാതെ 2 തവണയായി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ലോക്സഭയിലേക്ക് പോകില്ല, അതും 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക്. അതുകൊണ്ട് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഉദുമയിലും കാഞ്ഞങ്ങാടുമൊക്കെ ആളുകൾ വോട്ട് മാറ്റി ചെയ്തതിന്റെ അടിസ്ഥാനം കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലഭിച്ച വലിയ ഭൂരിപക്ഷം 2 ലോക്സഭ. അതൊരു ചരിത്രം. നമുക്ക് നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ഈ കനത്ത തോൽവി 102 സീറ്റിലേക്ക് കോൺഗ്രസ് ഉയരുകയും 35 സീറ്റിലേക്ക് LDF പതിക്കുകയും ചെയ്ത അസാധാരണമായ സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് CPIM-നകത്ത് വലിയ തോതിലുള്ള അഴിച്ചുപണി വേണം. അത് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്താണെങ്കിലും സംഘടനാ രംഗത്താണെങ്കിലും വലിയ അഴിച്ചുപണി വേണമെന്ന ആവശ്യമാണ് CPIM-ൽ ഉയരുന്നത്. അത് മുതിർന്ന നേതാക്കൾ, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം മുതൽ ഇങ്ങോട്ടുള്ള പല നേതാക്കന്മാർക്കും ഈ ആവശ്യം ഉണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും അത് ഉന്നയിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പാർട്ടിയുടെ ശക്തിദുർഗമായ കണ്ണൂരിലടക്കം വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ നേതൃതലത്തിലും പാർലമെന്ററി പാർട്ടി തലത്തിലും വലിയ മാറ്റങ്ങൾ വേണം. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. അസാധാരണ സാഹചര്യത്തിൽ സാധാരണ നടപടികൾ കൊണ്ട് അല്ലെങ്കിൽ തിരുത്തുമെന്നുള്ള പല്ലവി ആവർത്തിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മറിച്ച് അസാധാരണ സാഹചര്യം ആവശ്യപ്പെടുന്നത് അസാധാരണ നടപടിയാണ്. അതുകൊണ്ട് പാർലമെന്ററി നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും സംഘടനാ നേതൃസ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ മാറി ഒരു പുതിയ നേതൃനിരയെ കൊണ്ടുവരണം. അതിന് പാർട്ടിയുടെ നിലവിലുള്ള കീഴ്വഴക്കങ്ങളോ അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളോ വന്നില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയരുത്. മറിച്ച് അസാധാരണ സാഹചര്യം ആവശ്യപ്പെടുന്ന നടപടിയിലേക്ക് പോകണമെന്ന ആലോചന എന്ന ആവശ്യമാണ് ഉയർന്നത്. നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചേരും. ഇവിടെ ഇത് പ്രാഥമികമായൊക്കെ തന്നെ ഈ പരാജയത്തിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പോൾ തന്നെ ഇത്തരം ആവശ്യങ്ങൾ അവിടെ ഉയർന്നു വരാം. CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും നാളെ ചേരുന്നുണ്ട്. അപ്പോൾ CPI-യിലും നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളികളൊക്കെ തന്നെ ഉയരാൻ സാധ്യതയുണ്ട്. കാരണം 25 സീറ്റിൽ മത്സരിച്ച CPI 8 സീറ്റിലേക്കാണ് ചുരുങ്ങിയിരിക്കുന്നത്. 2001-ൽ നേടിയ 7 സീറ്റാണ് ഇതിനു മുമ്പുള്ള CPI-യുടെ ഏറ്റവും വലിയ പതനം. അതിൽ നിന്ന് 1 സീറ്റ് വർദ്ധിപ്പിച്ചു. അപ്പോൾ മൊത്തം 35 സീറ്റിൽ തങ്ങൾക്ക് 8 ഉണ്ടല്ലോ എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും ഇപ്പോൾ ഈ നേരിട്ട തോൽവി CPIM ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. പിണറായി വിരുദ്ധ വികാരമാണ് നാട്ടിൽ ആഞ്ഞടിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടും അത് LDF-ൽ ഉന്നയിക്കുകയും തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതിൽ CPI-യുടെ നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന വിമർശനമാണ് CPI-ക്കകത്ത് ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.